വർഷങ്ങൾ കാത്തിരുന്ന ശേഷമാണ് ഒരു കുഞ്ഞ് കിട്ടുന്നത്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ഈ കുഞ്ഞിന് ഞാൻ അബോർഷൻ ചെയ്യില്ല. കാരണം ഇത് മാതാവ് തന്ന കുഞ്ഞാണ്. മാതാവ് ഒരു കുഞ്ഞിനെ തന്നിട്ടുണ്ടെങ്കിൽ അത് മാതാവ് നോക്കിക്കോളും. ഞങ്ങൾ മുടങ്ങാതെ പ്രാർത്ഥിക്കുകയും നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്തു. പിന്നീട് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ദൈവം നിങ്ങളുടെ കുഞ്ഞിനെ രക്ഷിക്കുന്നു. അങ്ങനെ വീണ്ടും ടെസ്റ്റ് ചെയ്യാതെ ഞങ്ങൾ മുന്നോട്ട് പോയി. അടുത്ത സ്കാനിങ്ങിലൊക്കെ കുഞ്ഞിന് വേറെ അബ്നോർമാലിറ്റീസ് ഒന്നുമില്ല, ക്രോമസോമലായിട്ട് അറിയാൻ പറ്റില്ല, അല്ലാതെ വേറെ ഫിസിക്കലി അബ്നോർമാലിറ്റീസ് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുകയും അതിനുശേഷം ഓരോ സ്കാനിങ്ങിന് പോകുമ്പോഴും ഞാൻ മാതാവിന്റെ കാശുരൂപം കയ്യിൽ കരുതി പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോവാറ്. അങ്ങനെ 2024 എനിക്ക് ഒരു മിടുക്കനായ ആൺകുഞ്ഞിനെ തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഒരുപാട് പേര് എന്നെ പരിഹസിച്ചിരുന്നു ഞാനിങ്ങനെ വരുമ്പോൾ. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ചോദിക്കുന്നതൊക്കെ തരുന്നതാണോ ദൈവം എന്ന് ചോദിച്ചു. ചോദിക്കുന്നത് തരാനല്ല, അറിഞ്ഞു തരുന്നതാണ് ദൈവം. നിങ്ങൾ പിന്നെ നിങ്ങളുടെ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് ചോദിച്ചാൽ ദൈവം നിങ്ങൾക്ക് തരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു. അങ്ങനെയുള്ളവർക്ക് ഇവിടെ പറയാൻ എനിക്ക് പ്രത്യേകിച്ച് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ മാതാവിനെ വിശ്വസിക്കുന്നു എന്ന് മാത്രം പറഞ്ഞു. എനിക്ക് പറയണ്ട അവരോട്, എനിക്ക് കാണിക്കാം എൻ്റെ വിശ്വാസത്തിൻ്റെ ഫലമാണ് എൻ്റെ കുഞ്ഞെന്നുള്ളത്.